channels as a view. So ഞാനിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഹെയർ കെയർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് സിമ്പിൾ ഇൻഗ്രീഡിയൻറ്റ് ഹിബിസ്കസ് ലീവ്സ് ആൻഡ് വാട്ടർ. ഇതിൻ്റെ പേരാണ് ദിസ് നോൺ ആസ് താളി. ഇതാണ് ഞാൻ എപ്പോഴും തലക്കിടാറ്. ബട്ട് എൻ്റെ മുടി ഭയങ്കര ഓയിലിയാണ്. ഞാൻ എന്നും എണ്ണ തേച്ചിട്ടാണ് കുളിക്കാറ്. സോ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഒരു പാക്കൊക്കെ ഇടുന്നത് നന്നായിരിക്കും. ഇതാണ് ഗൈസ് എൻ്റെ അൺഹെൽത്തി സ്കാൽപ്പ്. അപ്പോൾ ഇതിനൊന്ന് ഹെൽത്തി ആക്കി എടുക്കണം എനിക്ക്. സോ ഗൈസ്, അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഇതേപോലത്തെ ഹിബിസ്കസ് ലീഫാണ്. ഇത് ചെമ്പരത്തി ഇലാന്ന് പച്ച മലയാളത്തിൽ നമ്മൾ പറയും. സോ ഇതാണ് ചെമ്പരത്തി ഇല. കാണാത്തവർക്ക് നിങ്ങൾ കാണാനായിട്ടാണ്. ഇത് ഫുൾ നാട്ടിൽ എല്ലാ നാട്ടിലും ഇത് ഉണ്ടാവും. സോ സെർച്ച് ചെയ്ത് നോക്കാം, കിട്ടും, ഉറപ്പാണ്. ഏതെങ്കിലും വീട്ടിൽ എടുത്തോ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു വീട്ടിലുണ്ടാവും. സോ ഇത് വെച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ പരിപാടി. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതൊന്ന് നല്ലോണം കഴുകിയെടുക്കണം. കാരണം കാട്ടിൽ പറിച്ചുകൊണ്ടിരുന്നതാണ്, പുഴുകളൊക്കെ ഇതലിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടാവും, നമുക്കറിയില്ലല്ലോ. സോ ഫസ്റ്റ് തന്നെ നമുക്ക് കഴുകിയെടുക്കണം. ഞാൻ നല്ല വൃത്തിക്ക് തന്നെ പുഴുവിനെയൊക്കെ കളഞ്ഞിട്ട്, അതായത് പുഴുക്കളൊക്കെ എഴുതുന്നതല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കി എടുക്കാം. പിന്നെ ഞാനീ ചെയ്യുന്ന പ്രോഡക്റ്റ് വേണമെങ്കിൽ ഗ്രൈൻഡറിൽ യൂസ് ചെയ്യാൻ പറ്റും. ഗ്രൈൻഡറിൽ നമ്മൾ യൂസ് ചെയ്താൽ തന്നെ അതൊരു പേസ്റ്റ് പോലെ, അപ്പം അതിൻ്റെ ടെസ്റ്റൊക്കെ നമ്മളെ തലയിലാണ്. സോ ഡോണ്ട് ട്രൈ ദാറ്റ്. പറയാണ് അങ്ങനെ ട്രൈ ചെയ്യണ്ട, ഇങ്ങനെ ട്രൈ ചെയ്യാം. അപ്പോൾ നല്ലോണം കഴുകുക, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2 മിനിറ്റ് അവിടെ വയ്ക്കുക. കാരണം എന്തെങ്കിലുമൊക്കെ ബാക്ടീരിയസ് ഒക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ. ഇങ്ങനെ രീതിക്ക് വയ്ക്കുക, നല്ലോണം വൃത്തിയാക്കിയിട്ട് വയ്ക്കണേ. കഴുകുമ്പോൾ നിങ്ങൾ ഹാർഡായിട്ട് കഴുകരുത്, അതിൻ്റെ ഒരു ജെല്ലുണ്ട്, അത് പോയി പോകും. സോ കെയർ. ഇങ്ങനെയാണ് നമുക്ക് ഇലകൾ നമുക്ക് കുറച്ച് പുതിയ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾ സോഫായിട്ട് മിക്സ് ആക്കരുത്, കുറച്ച് നിങ്ങൾ സ്പീഡ് കൂട്ടിയിട്ട് മിക്സ് ആക്കി. ഞാൻ തുടക്കത്തിലേ കുറച്ച് സോഫ്റ്റ് ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ച് ഫാസ്റ്റ് ആക്കിയതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കിട്ടുക, ഒരു ജെൽ പോലെ കിട്ടും. കണ്ട ഒരു പതയും നോക്കാൻ. അപ്പോൾ ഈ ഒരു ടെക്സ്ചർ ആകുമ്പോൾ നമുക്ക് അരിച്ചെടുക്കാനായിട്ട് ഈ ഒരു മിശ്രിതം നമുക്ക് അരിപ്പയിലോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കുക. ഇപ്പോൾ കാണാം, ഒരു ജെല്ല് പോലെ നമുക്ക് സ്മൂത്തായിട്ട് വരുന്നതാണ്. ഇതാണ് നമ്മളുടെ ഹിബിസ്കസ് ജെൽ എന്നൊക്കെ പറയാം, താളി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. ഇത് നമ്മൾ സ്കാൽപ്പിലേക്ക് ആക്കുന്നതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കോക്കനട്ട് ഓയിൽ എടുക്കാം. കോക്കനട്ട് ഓയിൽ ഇല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ, എന്ത് ഓയിൽ എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ സ്കാൽപ്പിന് പറ്റിയൊരു ഓയിൽ എടുക്കാം. സോ അതിട്ട് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഒരു മസാജ്, അതായത് നമ്മൾ ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ മിശ്രിതമായ താളി അങ്ങോട്ട് തേച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് ഞാൻ താളി തേക്കുന്നത്. പിന്നെ ഒരു അതിമോഹം കാരണം ഞാൻ കയ്യിലെടുത്തു, അപ്പോൾ കുറച്ച് തൂത്തു, പിന്നെ അകത്ത് ഫുള്ള് തൂത്ത് കഴിച്ച് അമ്മ ഒന്ന് നോക്കി. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഫൈനൽ റിസൾട്ട്. എങ്ങനെയുണ്ട്, എൻ്റെ ഹെൽത്തി ഹെയർ ആയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക.